എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ദേവസ്ഥാനങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള വിചാരമൊക്കെ അങ്ങ് വിട്ടേര്. കാരണം വേറെ ഒന്നുമല്ല, ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു പ്രേത നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും അവിടെ തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് പൊങ്ങി വരുന്നത്. എവിടെ കുഴിച്ചു കഴിഞ്ഞാലും വരുന്നത് എല്ലിൻ കഷ്ണങ്ങളാണ്. 1986 മുതൽ ഇങ്ങോട്ട് 480ഓളം ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ ഭിക്ഷക്കാരെയും ഇങ്ങനെയുള്ള പല ആൾക്കാരെയും അവിടെ കാണാതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം തന്നെ, കംപ്ലൈന്റ് ചെയ്യാത്തത് വേറെ ഒരുപാടുണ്ട്. അതായത് ഒഴുകിപ്പോയി അല്ലെങ്കിൽ കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യാത്ത, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടും ആരും അറിഞ്ഞില്ല, ആരും കേട്ടില്ല. എടോ, നമ്മള് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയാണോ ജീവിക്കുന്നത്? അതായത് കർണാടക പോലീസിനെ അങ്ങ് വിട്ടുകള. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു നിയമ സംവിധാനമില്ലേ? അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അമ്പലത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഇമാതിരി തോന്നിയവാസം കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവന്മാർ ഏത് ബില്ല ഗൗണ്ടറായാലും ശരി അവനെയൊക്കെ ഓടിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മൂകാംബിക, ഉടുപ്പി, ധർമ്മസ്ഥല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. എന്റെ പൊന്നു മക്കളെ, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ചോ. അതായത് നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ല. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചങ്ങാതിയുടെ വീഡിയോ കണ്ടപ്പോഴേ, അതായത് ഹോട്ടൽ റൂമെന്ന് വരെ അപ്രത്യക്ഷമാകുന്ന യുവതികള്, ഫാമിലിയോടുകൂടി പോയവര്, അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യുവതിനെ കാണുന്നില്ല, ഇല്ലേ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലൈംഗിക അതിക്രമം നടത്തി പിന്നീട് കൊലപ്പെടുത്തുക. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ശുചീകരണ തൊഴിലാളിയുണ്ട്, അവനെ കൊണ്ടാണ് ഇത് കുഴിച്ചു മൂടിച്ചത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരുത്തനാണ് കുഴിച്ചു മൂടുന്നത്, അവനെ പിന്നീട് കാണാതായി. ഇനി അവനെയും കൊന്നു കളഞ്ഞതാണോ എന്നറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരുത്തിനെ ഏൽപ്പിക്കുന്നത്, അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ ചെയ്യിച്ചു കൊണ്ടുവരികയാണ്. 10-17 വർഷം അവനവിടെ ജോലി ചെയ്തു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്ത് പോലെയായി. അതായത് അവന്റെ കൂടെയുള്ള ഒരുത്തനെ ഇതുപോലെ മറ്റൊരാളെ കുഴിച്ചു മൂടാൻ പറയുന്നു, അവൻ കുഴിച്ചു മൂടുന്നു, അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ മദ്യത്തിന് അടിമയാകുന്നു, അവനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഒടുക്കിയ നിലയിൽ കാണുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ കൊലപ്പെടുത്തുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കർണാടകത്തിൽ കാലുകുത്താൻ തന്നെ ഭയപ്പാടാണ് നമുക്ക്. അവിടെ ഒരാൾ പോലും സുരക്ഷിതമല്ല. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര നഗരമാണ്. ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തരാണ് അവിടെ വരുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തർ വരുന്നുണ്ട്. അത് മാത്രവുമല്ല, കർണാടക ഗവൺമെന്റ് തന്നെ ഒരു വലിയൊരു പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഉടുപ്പിയായാലും അതുപോലെ തന്നെ ഈ ധർമ്മസ്ഥലമായാലും പിന്നെന്ന് പറഞ്ഞാൽ മൂകാംബികയായാലും ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തണം. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മറ്റേ എന്താ പറയുക, നമ്മുടെ കുടജാദ്രി അങ്ങനെയെല്ലാം പോകുന്ന വഴിക്കൊക്കെ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ആൾക്കാർ അപ്രത്യക്ഷമായിട്ടുണ്ടോ? നമ്മളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞാൽ ആൾക്കാർ എഴുതി തള്ളുന്നുണ്ട്. ഇപ്പൊ ജസ്ന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മളെല്ലാം എന്താ പറയുന്നത്, അയ്യോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ മേയ്ക്കാൻ പോയിനി, അതൊക്കെ എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ കൂടെ പോയിനി, ഇതല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ ഫലം തന്നെയാണ് ഇപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അവിടെ പോയിരുന്നു ഞാനൊക്കെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഈ 2007-8 ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഒരു വെറിയലാന്ന് നടന്ന്. അതായത് ഒരു തരത്തിലും സുരക്ഷിതമല്ല, ഒരു പോലീസുകാരില്ല, നിയമങ്ങളില്ല. അതാ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും അവിടെ ഒരു അന്വേഷണമില്ല. ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു കൊണ്ടുവരുന്ന അവരെ പിടിച്ച് ജയിലിലിടാനാണ് നോക്കുന്നത്. ഒരു മുസ്ലിം പേരുള്ള ഒരാളാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. അവനോട് പറഞ്ഞത്, നീ മതസൗഹാർദ്ദം തകർക്കാൻ നോക്കുകയാണ്, നീ ഹിന്ദുക്കളുടെ അമ്പലമായതുകൊണ്ടാണ് ഇതിനെതിരെ തിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 മാസം മുമ്പ് അവനിട്ടൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നു, അവനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അവൻ പറഞ്ഞു ഇതിനൊരാൾ വരും, ഉറപ്പായിട്ട് ഒരാൾ വരും. അതുപോലെ 2025 ഇപ്പോഴൊരാഴ്ച മുമ്പാണ് ഒരാളുടെ ലെറ്റർ അവിടെയുള്ള കോടതിക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ഒളിവിലാണ്, ഞാൻ 10-12 വർഷമായിട്ട് ഒളിവിലാണ്. അയാൾ മഹാരാഷ്ട്രയിലെ ഏതോ ഒരു കുഗ്രാമത്തിലാണ് ഭയന്നിട്ട്. അതായത് ഇവിടെ കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അയാൾ താമസിക്കുകയാണ്. അയാളുടെ ലെറ്റർ കിട്ടുന്നു. ഇപ്പോഴയാൾക്ക് കോടതി ഉത്തരവ് പ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് അയാൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ മരത്തിന്റെ ചോട്ടിൽ ഉണ്ട് 3 ഉണ്ട്, ഈ മരത്തിന്റെ ചോട്ടിൽ 3 ഉണ്ട്, ആ മരത്തിൽ 3 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കർണാടകക്കാരും അതുപോലെ
അതുപോലെ തന്നെ മലയാളികളും തമിഴ്നാട്ടുകാരും എല്ലാവരും ഒരേപോലെ ഞെട്ടിയൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഭയം തന്നെയാണ്. അവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ചൂടോടുകൂടിയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് നല്ല ഭയമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഉന്നതര് തന്നെയാണ്, അല്ലാന്ന് ഒരു സംശയവുമില്ല. അതായത് നമ്മളൊക്കെ ഭയക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഉന്നതിയിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ പൈസേന്റെ മുകളിൽ ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടല്ലേ ഇത്രയും ഭയം എല്ലാവർക്കും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കാണാതായിട്ടും കൊലപ്പെടുത്തിയിട്ടും ഇങ്ങനെ മൃതദേഹങ്ങളുടെ പരമ്പരയായിട്ടും അതും ഒരു പുണ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇത്രയും ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ വരുന്നൊരു ക്ഷേത്രം, അവിടെയുള്ള കാര്യങ്ങൾ എവിടെയും കാണാത്ത ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ആ ഒരു ക്ഷേത്രത്തിന് അടുത്ത് അവരുടെ ആ ഒരു അറിവോട് കൂടിയിട്ട് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. അവിടുത്തെ ഒരു ക്ലീനിങ് തൊഴിലാളിയാണ് ഇത് കുഴിച്ചു മൂടുന്നത്. ഇതെല്ലാം വിശ്വസിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചെടുക്കുന്ന മുഴുവൻ തലയോട്ടികൾ കല്ലടുക്കി വെക്കുന്നത് പോലെയാണ് തലയോട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് 86 മുതൽ ഇങ്ങോട്ട് ഇനിയിപ്പോഴും കുറെ കിട്ടാനുണ്ട്. അതൊന്നും കിട്ടാനും പോകുന്നില്ല. ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓർമ്മയില്ല. എല്ലാ ദിവസവും 3 മൃതദേഹമൊക്കെ പിന്നെ ഒരേ ദിവസം ഇതുപോലെ കുഴിച്ചു മൂട്ടിയിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. ഒരു ദിവസം 3 യുവതികളുടെ ഇതുവരെ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഭംഗപ്പെടുത്തിയിട്ടാണ് കൊലപ്പെടുത്തിയത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഭാഗങ്ങളും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ചില മൃതദേഹങ്ങൾ. അതായത് അവിടെയുള്ള ഈ എന്തോ ഒരു തെണ്ടികളുണ്ട് അവിടെയുള്ള ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാപോലും ഈ പിന്നെ സ്ഥാപനത്തിന്റെ ആൾക്കാർ അവറ്റകൾ ഇത്രയും കാമഭ്രാന്തന്മാരാണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ സൗജന്യ എന്ന് പറഞ്ഞൊരു യുവതിയുണ്ട്. ആ യുവതിയുടെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് മാത്രം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇനിയും വെളിയിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളുണ്ട്. ഒരു മലയാളി പെൺകുട്ടിയുണ്ട്, കോളേജിലേക്ക് പോയതായിരുന്നു. അതിനെ പറ്റിയിട്ട് പിന്നീട് ഒരു അറിവുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പൊ കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാണാതായതും പിന്നെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നും കാണാതായതും ഒക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയമാണ് എല്ലാവർക്കും. ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും വിറച്ചു പോകുന്നു. അവിടുന്ന് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വെളുത്തങ്ങാടിയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോഴേ അവൻ പറയുന്നത് ധർമ്മസ്ഥലയിലേക്ക് ആൾക്കാർ പോകുന്നില്ല. അതായത് ഒരു ഫാമിലി പോലും പോകുന്നില്ല അങ്ങോട്ട്. ഭയന്നിട്ടാണ് പോകാത്തത്. അതായത് അങ്ങോട്ട് കടക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. ഈ ഒരു കാഴ്ചകളല്ലേ കാണുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നെങ്ങാനും 10 20 എടുത്തിട്ടുണ്ട്. ആ ഓരോ സ്ഥലത്ത് തോണ്ടുമ്പോഴും ഇങ്ങനെ തലയോട്ടി ഇങ്ങനെ പൊങ്ങി വരികയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ തെണ്ടികളുണ്ടോ നമ്മുടെ നാട്ടിൽ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ധർമ്മസ്ഥലയാണ് അല്ലെങ്കിൽ മറ്റു പലതുമാണ് അവിടെയൊക്കെ പോയിട്ട് അമിതമായിട്ട് വിശ്വസിച്ച് അവിടെയൊക്കെ ഒരുപാട് പണവും നിക്ഷേപിച്ച് ഭയങ്കരമായിട്ട് ദൈവത്തിനെയും വിളിച്ച് തൊഴുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇതിന്റെയൊക്കെ പിന്നിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ടാകും. അതൊക്കെ പുറലോകം അറിയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86 നടന്ന സംഭവത്തിന്റെ പല ആൾക്കാരും അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറയും അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. നമ്മളിവിടെ എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ള മതങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാനാണ് നോക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നാളെ ഇപ്പോഴും പോകുമ്പോഴേ ഉടുപ്പിയിലേക്ക് അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധർമ്മസ്ഥലത്തേക്ക് പിന്നെ മൂകാംബികയിലേക്ക് എന്നൊക്കെ പറയുമ്പോഴേ അവിടെ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഭയപ്പെടണം. അവിടെ മലയാളികളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവര് ഇത് നടത്തുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭയപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. അതായത് ഈ ക്ലീനിങ് തൊഴിലാളി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു മൃതദേഹം കുഴിച്ചിടാൻ നോക്കുമ്പോഴേ ആ മുഖം നല്ല രീതിയിൽ പരിചയമുള്ളത്. അങ്ങനെ നോക്കുമ്പോഴേ ഇവൻ ചായ കുടിക്കാൻ പോയപ്പോഴേ മൈസൂർ ഭാഷ സംസാരിക്കുന്നത് കണ്ടിട്ട് ഇവൻ ചോദിച്ചതാണ് നിങ്ങൾ എവിടെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ശുചീകരണ തൊഴിലാളി മൈസൂരിനടുത്താണ് അയാളുടെ വീട്. അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മൈസൂറാണെന്ന് പറഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ കിട്ടുന്നത് അവരുടെ കൂടെ വന്ന യുവതിയുടെ മൃതദേഹമാണ്. അപ്പോഴും ഇയാൾ ശരിക്കും വിറച്ചു പോയായിരുന്നു. അതായത് ഇവരെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ എല്ലാവർക്കും പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഓരോ ലൈക്ക്, കമന്റ്. ബൈ.